ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ഓണം എക്സാം 2025-26 ആണ്. നമുക്കറിയാവുന്നത് പോലെ തന്നെ തൃശ്ശൂർ ജില്ലക്കാർക്ക് 18-ാം തീയതിയായിരുന്നു സോഷ്യൽ സയൻസ് എക്സാം നടക്കേണ്ടിയിരുന്നത്. പക്ഷെ അത് ഇന്ന് 26-ാം തീയതിയാണ് നടന്നത്. അപ്പൊ അതിന്റെ ആൻസർ കീ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോ നമുക്കറിയാവുന്ന പോലെ തന്നെ 2.5 മണിക്കൂറാണ് ടൈം ഉള്ളത്. 80 മാർക്കിന്റെ ചോദ്യപേപ്പർ ആണ്. ഇൻസ്ട്രക്ഷൻസ് വായിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ 1 തൊട്ട് 8 വരെയുള്ള ചോദ്യങ്ങൾ 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അത് നിങ്ങൾക്ക് ഓപ്ഷൻസ് തരും. അത് ടിക്ക് ഇട്ടിട്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതാവുന്നതാണ്. അപ്പൊ ഞാനിവിടെ ടിക്ക് ഇടുന്നതാണ് അതിന്റെ ഉത്തരങ്ങൾ. നിങ്ങൾ അത് നോക്കിയിട്ട് വായിച്ചു പോകണം. വായിച്ചിട്ട് വേണം നോക്കാനായിട്ട്. അപ്പൊ 1ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 3ാമത്തത് ഓപ്ഷൻ സി ആണ്. 4ാമത്തതിന്റെ ഓപ്ഷൻ ഡി ആണ്. 5ാമത്തത് ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 6ാമത്തതിന്റെ ഓപ്ഷൻ സി ആണ്. 7ാമത്തതിന്റെ ഓപ്ഷൻ എ ആണ്. 8ാമത്തതിന്റെ ഓപ്ഷൻ എ ആണ്. അപ്പോ ഇതാണ് 8 വരെയുള്ള ചോദ്യങ്ങൾ. 1 മാർക്കിന്റെ ആണ്. ഞാൻ ടിക്കറ്റ് പോയിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഇനി വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അതിന് നമ്മൾ 1-2 വാക്യത്തിൽ എഴുതേണ്ടതായിട്ടുണ്ട്. 9 തൊട്ട് 13 വരെയുള്ള ചോദ്യങ്ങളാണ് 2 മാർക്കിനായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ 9ാമത്തെ ചോദ്യത്തിന്റെ എ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ അതിന്റെ ആൻസർ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ പ്രിമേറ്റീവ് ഹ്യൂമൻസ് എന്താണ് അവർ ഉപയോഗിച്ചിരുന്ന ടൂൾസിന്റെ ഒക്കെ സവിശേഷതകളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അത് എഴുതണം. 9ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ബി ആണ്. ബി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ അപ്രോക്സിമേറ്റ്ലി. ഇപ്പൊ ഈ ടേബിള് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ മെസോലിത്തിക് സെന്റേഴ്സും കൺട്രി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇവിടെ വിട്ടുപോയത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 10ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ആർ മാർക്സ്? ഗീവ് എക്സാമ്പിൾ. എന്താണ് മാർക്കുകൾ? അതിന് എക്സാമ്പിൾ കൊടുക്കാൻ മറക്കരുത്. അപ്പൊ എക്സാമ്പിൾസ് ഇതൊക്കെ നോക്കാം. അപ്പൊ ആദ്യം തന്നെ എന്താണ് മാർക്കുകൾ എന്ന് ഡിഫൈൻ ചെയ്യാം. മാർക്സ് ആർ ദ മെഡോസ് ഫോംഡ് അലോങ് ദ മൗണ്ടെയിൻ സ്ലോപ്സ് ഡ്യൂറിംഗ് ദ സമ്മർ സീസൺ. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസിൽ എക്സാമ്പിൾസ് എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനെ കുറച്ചും കൂടി വിവരിച്ച് എഴുതി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ 2-3 വാക്യത്തിൽ എഴുതിയാൽ മതി. ആദ്യം നിങ്ങൾ ഡിഫൈൻ ചെയ്യുക, അതിനുശേഷം എക്സാമ്പിൾ എഴുതുക. അത്രയായാലും മതി കേട്ടോ. ഇത് 2 മാർക്കിന്റെ ആയതുകൊണ്ടാണ് കുറച്ച് എഴുതിയാലും മതി. 11ാമത്തെ ചോദ്യം നോക്കാം. മെൻഷൻ ദ നെയിം ഗിവൺ ടു ദ സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ചിങ് ഗുഡ്സ് വിത്ത് എക്സ്ചേഞ്ച് ഫോർ ഗുഡ്സ്. റൈറ്റ് വൺ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ദിസ് സിസ്റ്റം. അപ്പോൾ നമുക്കറിയാം പണ്ടുള്ള ആൾക്കാർ ഗുഡ്സ് വാങ്ങിയിട്ട് വേറൊരു ഗുഡ്സ് തിരിച്ചു കൊടുക്കലായിരുന്നു പതിവ്. അപ്പോൾ അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എഴുതണം. എന്താണ് ഈ സിസ്റ്റത്തിന് വിളിക്കുന്ന പേരും എന്ന് എഴുതണം. നമുക്കറിയാം നമ്മുടെ ടെക്സ്റ്റിൽ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. അത് എന്താണ്? ദ സിസ്റ്റം ദാറ്റ് വാസ് പ്രിവെയിലഡ് ഇൻ ദോസ് ഡേയ്സ് വാസ് ദ ഗുഡ്സ് വർ എക്സ്ചേഞ്ച് ഫോർ ഗുഡ്സ് ഇസ് നോൺ ആസ് ബാർട്ടർ സിസ്റ്റം. ബാർട്ടർ സിസ്റ്റം ആണ്. അപ്പോൾ ഇതിന് കുറെ ഡ്രോബാക്സ് ഉണ്ടെന്ന് എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് അറിയാവുന്ന 2 അല്ലെങ്കിൽ 2-ലധികമോ 2 മതി കേട്ടോ. മിനിമം 2 എഴുതണം ഡിസ്അഡ്വാൻറ്റേജ്. ഓക്കെ, അത്ര എഴുതിയാലും മതി കേട്ടോ. 12ാമത്തെ ചോദ്യം. എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് അലൂവിയൽ ഫാൻസ്. അലൂവിയൽ ഫാൻസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ആദ്യം നമ്മൾ അലൂവിയൽ ഫാൻസ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അതിന് ഡിഫൈൻ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള പോലെ നമുക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് അലൂവിയൽ പ്ലാന്റ്സിന്റെ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലൂവിയൽ പ്ലാന്റ്സിന്റെ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഈ ചിത്രം മനസ്സിലാലോചിക്കണം. അലൂവിയൽ പ്ലാന്റ്സിന്റെ ചിത്രങ്ങളാണ്. ഈ ചിത്രം മനസ്സിലാലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതിന്റെ ഡെഫിനേഷൻ എഴുതാൻ പറ്റും. 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ 2 മാർക്കിനുള്ളത് രീതിയിൽ എഴുതിയാൽ മതി. 13ാമത്തെ ചോദ്യം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് മഗധ ടു ബിക്കം ദ മോസ്റ്റ് പവർഫുൾ മഹാജനപദ. നമുക്കറിയാം മഹാജനപദ 16 എണ്ണം ഉണ്ട്. 16 എണ്ണത്തിൽ ഒരെണ്ണാണ് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ളത്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? യെസ്, നമുക്കറിയാം മഗധ. മഗധയില് എങ്ങനെയാണ് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള മഹാജനപദ ആവാൻ കാരണം എന്നുള്ള റീസൺസ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്ക് കിട്ടും. ഓക്കെ, നമുക്ക് എന്താ നോക്കാം. ഇതാണ്. ഇതിൽ ഏതെങ്കിലും കുറച്ച് എഴുതിയാൽ മതിയാകും. മഗധ വാസ് എ ഫെർട്ടൈൽ റീജിയൻ വിത്ത് ഗുഡ് റെയിൻഫോൾ. അല്ലെ, അതിനുശേഷം അതൊരു പോയിന്റ് ആയിട്ട് എഴുതിയിട്ട് അതിനുശേഷം there were large deposits of iron ore also. എന്നിട്ട് 2 പോയിന്റ്സ് എഴുതാം. 2 പോയിന്റ്സ് എഴുതാം. മിനിമം 2 പോയിന്റ്സ് എന്തായാലും എഴുതണം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ എഴുതാം. എലിഫന്റ്സ് were an important factor in wars in those days. അന്നത്തെ കാലഘട്ടത്തിൽ എലിഫന്റ്സ് എന്ന് പറയുന്ന മൃഗമായിരുന്നു അവർക്ക് വാർസിലൊക്കെ യൂസ് ചെയ്തിരുന്നത്. എലിഫന്റ് were available in large numbers of forest of Magadha. പിന്നെ എന്താണ്? The Shense the victory of battles. The Ganges tributary provides easy transportation of goods. അപ്പോൾ നിങ്ങൾക്ക് എത്ര പോയിന്റ് വേണമെങ്കിലും എഴുതാം. മിനിമം 2 എങ്കിലും
മാക്സിമം അല്ലെങ്കിൽ മിനിമം രണ്ടെണ്ണെങ്കിലും എഴുതേണ്ടതായിട്ടുണ്ട്. 14ാമത്തെ ചോദ്യം നോക്കാം. അതിലെ 14ാമത്തെ എ ആണ് നമ്മൾ നോക്കുന്നത്. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ടെറായ് റീജിയൻ ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ ടെറായ് റീജിയന്റെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. യെസ്, നമുക്കറിയാം ടെറായ് ഈസ് എ marshy and swampy tract approximately 10 to 20 wide running parallel to the ബാബർ ബെൽറ്റ്. അപ്പോ നമുക്കറിയാം നമ്മളോട് ചോദിച്ചിട്ടുള്ള ഈ ചോദ്യം എന്ന് പറയുന്നത് എത്ര മാർക്കിനാണ്? 3 മാർക്കിനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 3 മാർക്കിനുള്ള രീതിയിൽ നമ്മൾക്ക് എഴുതിയാൽ മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ കൂടുതൽ എഴുതണമെങ്കിൽ കൂടുതൽ എഴുതാം, കുഴപ്പമില്ല. ഇതിലുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്തായാലും എഴുതേണ്ടതായിട്ടുണ്ട്. 14ാമത്തെ ബി ആണ് നമ്മൾ നോക്കുന്നത്. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻറ്റ് സോയിൽ ടൈപ്സ് ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ നമുക്കറിയാം ഒരുപാട് സോയിൽ ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് ഇമ്പോർട്ടന്റ് സോയിൽ ടൈപ്സിന്റെ ഷോർട്ട് നോട്ട് ആയിട്ട് നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. 3 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളതെന്ന് ആലോചിക്കുക. എന്നിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കറിയാലേ ഇമ്പോർട്ടന്റ് ആയിട്ട് അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് നമുക്ക് ഉണ്ടായിരുന്നു. അത് നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ കുട്ടിക്ക് എഴുതാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇതിൽ നമുക്ക് 3 മാർക്കിന്റെ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സോയിൽ ആദ്യം നമ്മൾ ഫസ്റ്റ് എത്ര സോയിൽ ടൈപ്സ് ഉണ്ടെന്ന് എഴുതിയതിന് ശേഷം നമുക്ക് ഏതൊരു സോയിലിന്റെയും എക്സ്പ്ലനേഷൻ ആയിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ. 15ാമത്തെ ചോദ്യം നോക്കാം. ഇതില് നെയിം ദ ആർക്കിയോളജിസ്റ്റ് ഹു ഡിസ്ക്രൈബ് ദ നിയോളിത്തിക് ഏജ് ആസ് നിയോളിത്തിക് റെവല്യൂഷൻ. ആരാണ് ഏതോ ഒരു ശാസ്ത്രജ്ഞൻ നിയോളിത്തിക് ഏജിനെ നിയോളിത്തിക് റെവല്യൂഷൻ എന്ന് വിളിച്ചിട്ടുണ്ട്? ആരാണ്? നമുക്കറിയാം ഗോർഡൻ ചൈൽഡ് ആണ്. ഗോർഡൻ ചൈൽഡ് എന്ന് പറയുന്ന പുരാവസ്തു ഗവേഷകനാണ് എന്ത് വിളിച്ചത്? നിയോളിത്തിക് ഏജിനെ നിയോളിത്തിക് റെവല്യൂഷൻ എന്ന് വിളിച്ചത്. അപ്പോൾ അതിന്റെ ആൻസേഴ്സ് നമ്മൾ പോയിന്റ് ആയിട്ട് എഴുതണം. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഗോർഡൻ ചൈൽഡിനെ അങ്ങനെ വിളിക്കാൻ പ്രേരിപ്പിച്ചത്? എന്തൊക്കെയാണ്? അത് നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ഇട്ടിട്ട് പോയിന്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. മിനിമം 3 പോയിന്റ് എങ്കിലും നിങ്ങൾ എഴുതണം കേട്ടോ. ഓക്കെ. 16ാമത്തെ ചോദ്യം നോക്കാം. എക്സ്പ്ലെയിൻ whether the Dhamma propagated by Emperor Ashoka helped in unting various social groups. അപ്പോൾ ധമ്മ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. അതുപോലെ തന്നെ അശോക ധമ്മ എന്ന് നമുക്കറിയാലേ 3 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് കാര്യങ്ങള്. The ideas proposed by Emperor Ashoka to maintain the peace and exhaust among the substances known as Ashoka Dhamma. ഇങ്ങനെ നമ്മൾ എഴുതാ. അതിനുശേഷം നമുക്ക് ഈ 3 പോയിന്റ്സ് Ashoka Dhamma, be tolerant to other religion, respect elders, teachers, be kind to slaves and sick. ഇത് നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മാർക്ക് കിട്ടുന്നതാണ്. 17ാമത്തെ ചോദ്യം നോക്കാം. ഹൗ ഡസ് ദ ഡിക്ലൈനിങ് ഓഫ് ഹെൽത്ത് എഫക്ട് ഇൻഡിവിജ്വൽസ് ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ്. അപ്പോൾ ഹെൽത്ത് എങ്ങനെയാണ് ഇൻഡിവിജ്വൽസിനെയും നാഷണൽ ഡെവലപ്മെന്റിനെയും ബാധിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതിലേതെങ്കിലും 3 പോയിന്റ്സ് നിങ്ങൾ മിനിമം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കിട്ടുന്നതാണ്. 18ാമത്തെ ചോദ്യം നോക്കാം. എലുസിഡിക്കേറ്റ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ബുഗ്യാൽസ് on the life on the peoples in ഹിമാലയൻ മൗണ്ടൻ റീജിയൻസ്. അപ്പൊ ബുഗ്യാൽസ് എന്താണെന്ന് കൊടുക്കുക, അതുപോലെ തന്നെ അവിടുത്തെ പീപ്പിൾസിന്റെ ലൈഫ് എങ്ങനെയായിരുന്നു എന്ന് കൊടുക്കുക. അപ്പൊ ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുമല്ലോ. ഇത്ര വിശദീകരിച്ച് കൊടുക്കണം എന്നില്ല, പക്ഷെ എന്നാലും ബുഗ്യാൽസ് എന്താണെന്ന് മിനിമം എഴുതിയിരിക്കണം. അതുകൂടാതെ തന്നെ നമുക്ക് എക്സാമ്പിൾസും എഴുതണം. അതിനുശേഷം നമുക്ക് ഈ ബോക്സിൽ തന്നിട്ടുള്ള ഏതെങ്കിലും 2 പോയിന്റ്സ് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ 3 മാർക്ക് അവിടെ വീഴുന്നതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടന്റ് അഗ്രികൾച്ചർ മെത്തേഡ്സ് ഇൻ ദ ഹിമാലയൻ മൗണ്ടൻ റീജിയൻ. ഹിമാലയൻ മൗണ്ടൻ റീജിയനിലെ ഏതൊക്കെ അഗ്രികൾച്ചർ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് അവിടെ ഉണ്ടായിരുന്നത് എന്നൊക്കെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാർക്ക് കിട്ടുന്നതാണ്. ഇനി അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യം. റൈറ്റ് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് രാജ്യസഭ, ദ അപ്പർ ഹൗസ് ഓഫ് ദ ഇന്ത്യൻ പാർലമെന്റ്. അപ്പൊ രാജ്യസഭയെ പറ്റിയിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പോയിന്റ് നമുക്ക് എക്സാം പേപ്പറിൽ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റിലും തന്നിട്ടുണ്ടായിരുന്നു. അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ കൂട്ടിച്ചേർത്താം? നോൺ ആസ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. പെർമനന്റ് ഹൗസ് ആണ്. ഇനി അടുത്തത് നോക്കാം. 238 elected members. Vice President presides. അപ്പൊ നമുക്ക് ഇനിയും ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമുക്ക് കൂടുതൽ ഒരു പാരഗ്രാഫ് പോലെ തന്നിട്ടുണ്ട്. അത് കൂടാതെ തന്നെ പാരഗ്രാഫ് ആയിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പോയിന്റ്സ് എഴുതി ഒരു മിനിമം 3 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ് കേട്ടോ. 21ാമത്തെ ചോദ്യം. An efficient tax system existed in Mahajanapata
സബ്സ്റ്റേനേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമുക്കറിയാം മഹാജനപദത്തിൽ ഒരു ടാക്സ് സിസ്റ്റം ഉണ്ടായിരുന്നു, ഒരെണ്ണം അല്ല അല്ലേ, ഒരുപാട് ഉണ്ടായിരുന്നു. ഒരു മിനിമം 3 ടാക്സ് സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് എഴുതേണ്ടതാണ്. ഇതുപോലെ നിങ്ങൾ എഴുതണം. അപ്പോൾ ടാക്സ് സിസ്റ്റത്തിന് മാത്രം എഴുതിയാൽ മതി. എഫിഷ്യൻസ് ടാക്സ് സിസ്റ്റം തൊട്ടിട്ട് ഞാനിവിടെ അടയാളപ്പെടുത്താം. എഫിഷ്യൻ തൊട്ടിട്ട് നമുക്ക് ടാക്സ് എന്ന് കൊടുക്കാം. ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. 22ാമത്തെ ചോദ്യം, Humans started new ways of living during the Neolithic period. What were the factors that promoted them to do this? അപ്പോൾ നമ്മളോട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഭാഗം നമുക്ക് തന്നിട്ടുള്ളൂ അല്ലേ, എന്തൊക്കെയാണ് നിയോലിത്തിക്കിൽ നിന്ന് വേറിട്ട് ചിന്തിക്കാൻ നമുക്ക് നമ്മുടെ മനുഷ്യന്മാരെ പ്രേരിപ്പിച്ചത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് തന്നിട്ടുള്ളൂ. പക്ഷെ ഈ ചോദ്യം എന്ന് പറയുന്നത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും ആൻസർ ഒക്കെ സെയിം ആണ് കേട്ടോ. അതെന്നോട് ഡൗട്ട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻസേഴ്സ് വേറെ ഏതുമല്ല, ഇതാണ്. പോപ്പുലേഷൻ ഗ്രോത്ത്, ആൻഡ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഹ്യൂമൻ സെറ്റിൽമെന്റ്സ്, കോംപ്ലക്സ് സോഷ്യൽ ഓർഗനൈസേഷൻ, ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രൊഡക്ട്സ്, ചേഞ്ച് ഇൻ ടെക്നോളജി. മിനിമം 4 എണ്ണമെങ്കിലും എഴുതണം ട്ടോ. 22ാമത്തെ ചോദ്യം തൊട്ടിട്ട് 4 മാർക്കിന്റെ സെക്ഷനിലാണ് നമ്മൾ കടന്നിട്ടുള്ളത്, അത് നിങ്ങൾ മറക്കരുത്. ഇനി 22ാമത്തെ ബി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് ദ വർക്ക്സ് ഓഫ് ആർട്ട് ഫൗണ്ട് ഇൻ ദ കേവ് സെന്റേഴ്സ് ഓഫ് ദ മധ്യപ്രദേശ് റിലേറ്റഡ് ടു ദ മെസോലിത്തിക് ഏജ്? അത് നമ്മൾ വിശദീകരിച്ചിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. നമ്മൾക്ക് ഇതുവരെ പഠിച്ചിട്ടുള്ള മെസോലിത്തിക് ഏജിന്റെ കേവ് പെയിന്റിങ്സ് എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ എഴുതാവുന്നതാണ്. പിന്നെ അവർ കളേഴ്സ് എന്ത് കളേഴ്സാണ് യൂസ് ചെയ്തത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അത് വിശദീകരിച്ച് എഴുതാം. അപ്പൊ ഇതൊക്കെയാണ് ചിത്രങ്ങൾ. എന്തിനു പറ്റിയായിരുന്നു ചിത്രങ്ങൾ എന്ന് കൂടിയിട്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടുന്നതാണ്. അത് കുറച്ച് പാരഗ്രാഫ് ഒക്കെ തിരിച്ച് 4 മാർക്കിന് ഒരു എസ്സേ പോലെ എഴുതാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് എഴുതാവുന്നതാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഐഡന്റിഫൈ ദ റീജിയൻ ഡിവിഷൻസ് ഓഫ് ഗംഗ പ്ലെയിൻ മാർക്ക്ഡ് as A and B and the figure also mention the states located within the Ganga plain. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ, മാപ്പ് തന്നിട്ടുണ്ട്. അതിൽ എയും ബിയും കണ്ടുപിടിക്കണം അല്ലേ. നമുക്ക് പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട്. ദാ ഇവിടെ ഉണ്ടല്ലോ, അപ്പർ ഗംഗ പ്ലെയിൻ ആണ് എ എന്ന രീതിയിൽ വരുന്നത്. ഇത് എ എന്ന രീതിയിലാണ് വരുന്നത്. ഇവിടെ ബി ആണ്. ഓക്കെ അല്ലേ? ലോവർ ഗംഗ പ്ലെയിൻ എഴുതിയ മാർക്ക് കിട്ടും, അതുപോലെ തന്നെ അപ്പർ ഗംഗ പ്ലെയിൻ എഴുതിയ മാർക്ക് കിട്ടും. ഓക്കെ ആണ്, തെറ്റാണ്? ഓക്കെ അല്ലേ? പിന്നെ ഇതിന്റെ സവിശേഷതകൾ നമ്മൾ പാരഗ്രാഫ് തിരിച്ച് എഴുതാൻ ശ്രദ്ധിക്കണം. ഇനി അതിന്റെ തന്നെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ഫിസിയോഗ്രഫി ഫങ്ഷൻസ് ഡിവിഷൻസ് മാർക്ക്ഡ് ആസ് എ ഇൻ ദ ഫിഗർ ആൾസോ മെൻഷൻസ് റീജിയണൽ ഡിവിഷൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഫിഗറിൽ ഒരു കാര്യം തന്നിട്ടുണ്ട് അല്ലേ, എ എന്ന ഫിഗർ കണ്ടുപിടിക്കാനാണ്. എ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ്. ഇവിടെ നമുക്ക് നമ്മൾ തന്നിട്ടുണ്ട് അല്ലേ ഓൾറെഡി. ഇവിടെ നമുക്ക് ഓൾറെഡി എന്തൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. ഫോട്ടോ എടുത്തപ്പോൾ അത് മാഞ്ഞു പോയതാണ് അല്ലേ. ഓക്കെ, അപ്പൊ എ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇതാണ് അതിന്റെ എ എന്ന് പറയുന്നതിന്റെ ആൻസർ, ഇതാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇൻഡോ ഗാൻജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ ആണ്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് കൂടി എഴുതിയാലും മാർക്ക് കിട്ടുന്നതാണ്. അതിന്റെ റീജിയണൽ ഡിവിഷൻ എഴുതാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ വ്യക്തമായിട്ട് എഴുതണം. 4 മാർക്കിന്റെ ചോദ്യമാണ്, കുറച്ച് എസ്സേ പോലെ ആയിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. 24ാമത്തെ ചോദ്യം നോക്കാം. The Himalaya regions have become a zone with high potential of tourism due to the favorable topographical feature. Justify the answer. അപ്പോൾ നമുക്കറിയാം ടൂറിസം എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് ടെക്സ്റ്റിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ 3 ഫേസസ് ആയിട്ട് തിരിക്കുന്നു. അത് നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടുന്നതാണ്. ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ക്രൈബ് ഇനി 2 മേജർ ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം. ഡ്രെയിനേജ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് ഡിഫൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. 25ാമത്തെ ചോദ്യം നോക്കാം. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഫെഡറലിസം ഇൻ മെയിൻറ്റെയിനിങ് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതിന്റെ ആൻസർ പലർക്കും ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ആൻസർ ആണ്. നമുക്ക് നോക്കാം. ഇത്രയും നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിലത്തെ മിനിമം ഒരു 4 പോയിന്റ് എങ്കിലും നിങ്ങൾ എഴുതണം. അപ്പോൾ മാർക്ക് കിട്ടുന്നതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 26ാമത്തെ ചോദ്യം. ഹൗ ക്യാൻ വി സ്ട്രെങ്തൻ ദ ഗ്രോവിംഗ് ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻ ഇന്ത്യാസ് പോപ്പുലേഷൻ? അപ്പോൾ ഗ്രോവിംഗ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ആലോചിക്കണം? നമ്മുടെ ജിയോഗ്രഫിയിലെ മറ്റേ 4th യൂണിറ്റ് ആലോചിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് ഹെഡിങ് കൊടുക്കാം. അതിനുശേഷം ഈ 5 എണ്ണം എഴുതി വെക്കാവുന്നതാണ്. മിനിമം 4 എണ്ണം എഴുതി വെക്കണം.
27ാമത്തെ ചോദ്യം നോക്കാം. സം കൺസെപ്റ്റ് ഫ്രം ദ സെമിനാർ. അപ്പൊ നമുക്ക് അനു പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു സെമിനാർ ആണ് തന്നിട്ടുള്ളത്. അതിന് നമുക്ക് 3 കാര്യങ്ങളോട് തന്നിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയാണ്. അപ്പൊ ഇതിന് എക്സ്ട്രാ നമ്മൾ എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എക്സ്ട്രാ എന്തൊക്കെ എഴുതി ചേർക്കാം? ദ ലാർജസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കൊടുക്കാം, പാർലമെന്ററി ഡെമോക്രസി ആണെന്ന് കൊടുക്കാം, റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ സ്ട്രക്ചർ എന്ന് കൊടുക്കാം, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് കൊടുക്കാം. അങ്ങനെ നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് എല്ലാതും നമുക്ക് കൊടുക്കാവുന്നതാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിന് കൊടുക്കാത്തത് കൊടുക്കണം. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മിനിമം 4 എണ്ണം കൊടുക്കാൻ ശ്രദ്ധിക്കുക. 28ാമത്തെ ചോദ്യം, റൈറ്റ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓൺ ദ സിറ്റീസ് ഇൻ ഗ്രീസ്. ഗ്രീസിലെ സിറ്റീസിനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, അത് നമ്മൾ കൊടുത്താൽ മതിയാകും. ഓക്കെ അല്ലേ? 4 മാർക്കിനാണ്. അത് നമ്മൾ essay പോലെ എഴുതാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. 5 മാർക്കിന്റെ സെക്ഷനാണ്. ടൈം ഇല്ലാത്തത് കൊണ്ട് സ്പീഡിൽ ഞാൻ പറഞ്ഞു പോവാണ് കേട്ടോ. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ സർക്കം ദാറ്റ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് ന്യൂ ഐഡിയാസ് ദ ഗംഗ ബേസിൻ ഡ്യൂറിംഗ് ദ 6th century BC. അപ്പോൾ 6th century BC നമുക്കറിയാം ഗംഗ ബേസിന് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഫാക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഈ 3 പോയിന്റ്സ് നമുക്ക് തന്നിട്ടില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതും അതുപോലെ തന്നെ നമുക്ക് essay പോലെയാണ് എഴുതേണ്ടത്. 5 മാർക്കിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ടെക്സ്റ്റിലുള്ള കൂടുതൽ പോയിന്റ്സ് അതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കാം. The Vedic period is classified into 2 based on the composition of Vedas. Identify them and compare the characteristics of the life of the human during the periods. അപ്പോൾ നമുക്കറിയാം 2 എണ്ണമായിട്ടാണ് വേദിക് പീരീഡ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏർലി വേദിക് പീരീഡും ലേറ്റർ വേദിക് പീരീഡും. അപ്പോൾ അതിന്റെ കൂടുതൽ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഏർലി വേദിക് പീരീഡ് ആൻഡ് ലേറ്റർ വേദിക് പീരീഡ്. അപ്പോൾ ഇതിനെ നമ്മൾക്ക് മിനിമം ഒരു 6 പോയിന്റെങ്കിലും ഓരോന്നിന് വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്ക് എന്തായാലും കിട്ടുന്നതാണ്. 30ാമത്തെ ചോദ്യത്തിലോട്ട് കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് concerned with the region divisions of the Himalaya. Which divisions of Himalayas known as Assam Hills? Assam Himalayas എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് എഴുതാം. പിന്നെ അതിൽ തന്നിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അതിൽ എക്സ്ട്രാ പോയിന്റ്സ് കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് essay പോലെ ആയിട്ട് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ആസാം ഹിമാലയന്റെ കാറ്റഗറിസ്റ്റ് ഡിവിഷനിൽ ബേസ്ഡ് നമുക്ക് എഴുതാവുന്നതാണ്. ഓർ ക്വസ്റ്റ്യൻ നോക്കാം. ബിയിൽ നെയിം ദ പ്ലെയിൻ എക്സ്റ്റെൻഡ് ടു ദ ഈസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് ഓഫ് രാജസ്ഥാൻ പ്ലെയിൻ, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വ്യക്തമായിട്ട് രാജസ്ഥാൻ പ്ലെയിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് അതിനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ രാജസ്ഥാൻ പ്ലെയിനെ പറ്റിയിട്ട് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എഴുതാതാണ്. 5 മാർക്കിനാണ്. നമ്മൾ കൃത്യമായിട്ട് എഴുതണം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പേപ്പർ എന്ന് പറയുന്നത് വളരെ ഈസി ആയിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് എക്സാം എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കൂടുതൽ വീഡിയോസിന് വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻസ് അമർത്തി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി വരുന്ന എല്ലാ എക്സാംസിൻ്റെയും ആൻസർ കീ നമ്മൾ ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.